പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന നോവ സദൌയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു നോവ. മാത്രമല്ല നോവ എന്ന താരത്തിന് ഓവറായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കണ്ടിരുന്നത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ഗോളുകൾ നേടാനും നോവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസൺ കൂടി മാത്രമായിരുന്നു നോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. ലീഗിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയക്കുകയായിരുന്നു. നിലവിൽ ആ ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിന് വേണ്ടിയാണ് നോവ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമായിരുന്നു നോവ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിന് ശേഷം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടു പോയ ഒരു താരമാണ് നോവ സദൌയി. നോവ സദൌയി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരില്ല എന്ന് അഭിക് ചാറ്റർജി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്ട് അവസാനിക്കാനായിട്ട് പോവുകയാണ്. നോവയുടെ ഒരു ലോൺ കാലാവധി കഴിയുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്ട് അവസാനിക്കും. നോവയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യത്തെയും അവസാനത്തെയും സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. താരം ക്ലബ്ബിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 5 വിദേശ താരങ്ങളെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി ഒരു വിദേശ താരത്തിനെയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അവരുടെ 6ാമത്തെ വിദേശ താരത്തിനെ ഉടൻ തന്നെ സൈൻ ചെയ്യും. മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു സൈനിങ് പൂർത്തിയാക്കും. എന്നാൽ മുംബൈ സിറ്റി എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലൊന്നും ഈ ഒരു താരം അവൈലബിൾ ആയിരിക്കില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 6ാമത്തെ വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.